ഈ കാണുന്നതാണ് മൈക്ക് പ്രീ ആംപ്ലിഫയർ ബോർഡ്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഉപയോഗം നമ്മൾ റെഡിമെയ്ഡൊക്കെ ആയിട്ട് മേടിക്കുന്ന ആംപ്ലിഫയറുകളിലോ അല്ലെങ്കിൽ ഹോം തിയേറ്ററുകളിലൊന്നും മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോലത്തെ പ്രീ ആംപ്ലിഫയർ ബോർഡ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ നേരിട്ടൊരു ആംപ്ലിഫയർ ബോർഡിലേക്ക് മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ മൈക്കിൻ്റെ സൗണ്ടിനെ ഒന്നുകൂടി ഒന്ന് പ്രീ ആംപ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ പല ടൈപ്പിലുള്ള മൈക്കിൻ്റെ പ്രീ ആംപ്ലിഫയർ ബോർഡുകൾ കിട്ടും. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചാനൽ മൈക്ക് ഇൻപുട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു ബോർഡാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഈ ഒരു ബോർഡിന് 30 രൂപയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ 2 മൈക്ക് ഇൻപുട്ടും ഒരു ഓക്സിലറി ഇൻപുട്ടുള്ള ബോർഡുകൾ കിട്ടും. അതുപോലെ 2 ചാനൽ മൈക്ക് ഇൻപുട്ട്, ഒരു ഓക്സിലറി ഇൻപുട്ട്, പിന്നെ എക്കോ, ഇതെല്ലാം ഉള്ള ബോർഡുകളൊക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ബോർഡിൽ ഒരു മൈക്ക് മാത്രമാണ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകൾ ഇലക്ട്രോണിക്സിൻ്റെയും അതുപോലെ ആംപ്ലിഫയറിൻ്റെയൊക്കെ സ്പെയറുകളൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ചെറിയ രീതിയിൽ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഈ ഒരു ബോർഡിൻ്റെ കണക്ഷൻസ് നോക്കാം. ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ 12 വോൾട്ട് DC പവർ സപ്ലൈ ആണ് വേണ്ടത്. നമുക്ക് ഈ ഒരു ബോർഡ് ഏകദേശം 3 വോൾട്ട് മുതൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 12 വോൾട്ട് സപ്ലൈ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്ലസിലും മൈനസിലും കണക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ബോർഡ് ഒരു 3 വോൾട്ടോ അല്ലെങ്കിൽ 5 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് പവർ സപ്ലൈ ഈ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യരുത്. പോസിറ്റീവ് പവർ സപ്ലൈ ഈ ഒരു റെസിസ്റ്റർ ഒഴിവാക്കിയിട്ട് ഈ ഒരു റെസിസ്റ്ററിൻ്റെ ഈ ഒരു പോയിന്റ്, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു 6 വോൾട്ടിൽ താഴെയുള്ള പവർ സപ്ലൈ ആണെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യുക. 6 വോൾട്ടിന് മുകളിലുള്ള പവർ സപ്ലൈ ആണെങ്കിൽ 12 വോൾട്ട് പ്ലസ് മൈനസ് അതിൽ കണക്ട് ചെയ്താൽ. ചിലർക്കൊക്കെ ക്ലാസ് ഡി ആംപ്ലിഫയർ 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ക്ലാസ് ഡി ആംപ്ലിഫയറിലൊക്കെ ഇങ്ങനത്തെ ബോർഡുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം അങ്ങനെ ചെയ്താൽ മതി. 12 വോൾട്ട് പവർ സപ്ലൈ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നേരെ ഈ ഒരു ബോർഡിൽ അടയാളപ്പെടുത്തിയേക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ബോർഡിൻ്റെ പവർ സപ്ലൈ, ഔട്ട്പുട്ട്, ഇൻപുട്ട് ഇതിൻ്റെ മൂന്നിൻ്റെയും നെഗറ്റീവ് ഒന്ന് തന്നെയാണ്. ഈ ഒരു ഇൻപുട്ട് നേടിയേക്കുന്ന ഈ ഒരു പോയിന്റിലാണ് മൈക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ കണ്ടൻസർ മൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ ഡൈനാമിക് മൈക്ക് അതാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ മൈക്കിൻ്റെ സോക്കറ്റ് കണക്ട് ചെയ്ത് നമുക്കിതിൽ മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ബോർഡിൻ്റെ ഔട്ട്പുട്ട് അത് നമുക്ക് വേറെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്താൽ മതി. അതിനിടയിലായിട്ട് വേണമെങ്കിൽ ഒരു വോളിയം കൺട്രോൾ കൂടി കണക്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ കരോക്കെ ഇട്ട് പാട്ട് പാടാനുള്ള ഉദ്ദേശമുള്ളവരാണെങ്കിൽ ഈ ഒരു പ്രീ ആംപ്ലിഫയർ ബോർഡ് മേടിക്കേണ്ട. അതിന് നല്ലത് 2 ചാനൽ മൈക്ക് ഇൻപുട്ടും അതുപോലെ തന്നെ ഓക്സിലറി ഇൻപുട്ടും എക്കോ എഫക്റ്റ് ഒക്കെ ഉള്ള പ്രീ ആംപ്ലിഫയർ ബോർഡ് മേടിക്കാൻ കിട്ടും. അങ്ങനെയുള്ള ബോർഡിന് 650 രൂപയ്ക്ക് അടുത്താവും. അപ്പോൾ അങ്ങനെയുള്ള ബോർഡുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് മൈക്കിൻ്റെ വോളിയം സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ കരോക്കയുടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ എക്കോ എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് പാട്ട് പാടുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു ഫീല് കിട്ടുള്ളൂ. അതുപോലെ അങ്ങനെയുള്ള ബോർഡുകൾക്ക് കരോക്കെ ബോർഡെന്നും പറയാറുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ മേടിച്ച് എല്ലാം കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് USB MP3 പ്ലെയർ മേടിക്കാൻ കിട്ടും ആംപ്ലിഫയർ ഔട്ടുള്ള. അങ്ങനെയുള്ള പാനലുകൾക്കൊക്കെ 320 രൂപയുള്ളൂ. അതാകുമ്പം ഉപയോഗിക്കാൻ വളരെ എളുപ്പമുണ്ട്. അതിൽ തന്നെ നമുക്ക് ആംപ്ലിഫയർ ഔട്ടുണ്ട്. അങ്ങനെയുള്ള പാനലിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള ചെറിയ ടൈപ്പ് പ്രീ ആംപ്ലിഫയർ ബോർഡുള്ള കാര്യമൊന്നും അറിയില്ലാത്തവർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പഴയ ആംപ്ലിഫയറുകളോ അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അതിൽ മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഈ കാണുന്ന പോലത്തെ ബോർഡ് മേടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ ഒരു കാര്യം കൂടി, ഇങ്ങനെയുള്ള ബോർഡുകൾ ഓൺലൈനായിട്ട് കാണാത്തതുകൊണ്ടാണ് ലിങ്ക് കൊടുക്കാത്തത്. കടകളിൽ അന്വേഷിച്ച് നോക്കുക. ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോയി കാണിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഈ ഒരു ബോർഡ് ഞാനിവിടെ വാങ്ങിയത് 30 രൂപയ്ക്കാണ്.